കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും കൊടുക്കുന്നു. ഇന്ന് ഈ സമയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന പരിശുദ്ധാത്മാവൊരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മഹത്വം. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം, നമ്മളുടെ പ്രതിസന്ധികൾ, നമ്മുടെ നേരെ ഉരുത്തിരിയുന്ന പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, നാളിതുവരെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നെങ്കിൽ ഒന്നാലോചിച്ചോ, വലിയ ഒരു അത്ഭുത വിടുതൽ ദൈവപ്രവൃത്തി നമ്മുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് കർത്താവ് വെളിപ്പെടുത്തും. ശത്രു എത്ര പ്രതിസന്ധികൾ കൊണ്ടിട്ടാലും, എത്ര പ്രതികൂലങ്ങൾ കൊണ്ടിട്ടാലും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ തന്നെ ആശ്രയിക്കുകയും കർത്താവിൽ തന്നെ സ്തോത്രം വിശ്വസിക്കുകയും ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഇടയാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നെബൂഖദ്നേസരിന് കോപം മുഴുത്ത് ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാൻ അവൻ കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. യഹൂദ ബാലന്മാരുടെ നേരെ രാജ്യം ഭരിക്കുന്ന രാജാവ് എടുത്ത കടുത്ത തീരുമാനത്തെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വളരെ സുപരിചിതമായൊരു തിരുവചന ഭാഗം. അതെ, യഹൂദ ബാലന്മാരെ നാട്ടിൽ ഒരു സ്വർണബിംബത്തെ നിർത്തിയിട്ട് ആ നാട്ടിലെ രാജ്യത്തിലെ എല്ലാവരും ആ സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്നുള്ള രാജകൽപ്പന പുറപ്പെടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന ബാലന്മാർ ചേർന്നൊരു തീരുമാനമെടുത്തു. രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിച്ച് രാജാവിൻ്റെ മുഖത്തെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിലും വലിയൊരു മഹാരാജാവിൻ്റെ മുൻപിലാണ് ഞങ്ങൾ ആയിരിക്കുന്നതെന്നും ആ രാജാവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കുന്നതെന്നും ഒരു ഉത്തമമായ ബോധ്യമുള്ള ദൈവമനുഷ്യന്മാർ എന്ന് തന്നെ പറയണം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ കടുത്ത തീരുമാനമാണ്, ഞങ്ങൾ രാജാവ് നിർത്തിയിരിക്കുന്ന, സംസാരിക്കാൻ കഴിവില്ലാത്ത, ഉരിയാടാൻ കഴിയില്ലാത്ത, കേൾക്കാൻ കഴിവില്ലാത്ത ബിംബത്തെ നമസ്കരിച്ച് ഞങ്ങൾ നിൽക്കത്തില്ല. ഞങ്ങളോട് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിന് സാക്ഷിയാകാനാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് ഉറച്ച തീരുമാനമാണ് അവർ നിൽക്കുന്നത്. എന്നാൽ രാജാവിൻ്റെ കൽപ്പനയ്ക്കെതിരെ നിന്നതുകൊണ്ട് രാജാവ് ആ രാജ്യത്തിൽ വിളംബരം ചെയ്തത് ശിക്ഷ ഉണ്ടാകുമെന്നാണ്. ചൂളയ്ക്കകത്ത്, അല്ലെങ്കിൽ എരിയുന്നത് ഈ ചൂളയ്ക്കകത്തേക്ക് എടുത്ത് ഇടുമെന്നുള്ള രാജകൽപ്പന പുറപ്പെടുവിക്കയിടയെ തീർന്നു. കടുത്ത പ്രതിസന്ധി ഉണ്ടെന്നറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും നിർത്താത്തതുമായ യഹൂദ ബാലന്മാരുടെ ഉത്തമമായ തീരുമാനത്തെ നമുക്ക് ശ്രദ്ധേയമായി പഠിക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ കാര്യം രാജാവ് അറിയുമ്പോൾ, ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിനെ ധിക്കരിച്ചു എന്ന് രാജാവ് അറിയുമ്പോൾ, രാജാവ് പറയുക, അന്നു വരെ കത്തിച്ചതിൽ 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിക്കുവാൻ കൽപ്പിക്കുക. 19-ാം വാക്യത്തിൽ അതാണ്. ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂട് പിടിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതുവരെയും ഇതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരുന്നു. എരിയുന്ന ഈ ചൂളയിൽ എടുത്തിട്ടിരുന്നു. അതുകൊണ്ടാണല്ലോ പതിവായി ചൂട് പിടിപ്പിക്കുന്നതിൽ കൂടുതലായി ചൂട് പിടിപ്പിക്കാൻ പറഞ്ഞത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് ആ നാട്ടിൽ നടക്കാത്ത ഒരു കാര്യമല്ല. ആ നാട്ടിൽ ഈ തീക്കകത്തേക്ക് എറിയുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ അതിലും സ്തോത്രം കാണാൻ കഴിയുന്നത് 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നാം അനുഭവിച്ചതിലും 7 മടങ്ങല്ല, 14 മടങ്ങല്ല, സ്തോത്രം എത്ര മടങ്ങ് പ്രതിസന്ധികൾ പിശാച് നമ്മുടെ കുടുംബത്തിൽ കൊണ്ടിട്ടാലും, പിശാച് നമ്മുടെ വ്യക്തിപരമായ ലൈഫിൽ കൊണ്ടിട്ടാലും, സ്തോത്രം ദൈവത്തിന് നമ്മെക്കുറിച്ച് പ്ലാനുകൾ
ഉള്ളതുകൊണ്ട്, ദൈവത്തിന് നമ്മളെക്കുറിച്ച് പദ്ധതികൾ ഉള്ളതുകൊണ്ട് എത്ര മടങ്ങ് പ്രതിസന്ധി കൊണ്ടിട്ടാലും, എത്ര മടങ്ങ് നമ്മെ തകർക്കാൻ നോക്കിയാലും അതിലൊന്നും വിട്ടുകൊടുക്കാതെ നമ്മെ സംരക്ഷണം ചെയ്യുന്ന, നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ചലിക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്തു. രാജ്യം ഭരിക്കുന്ന രാജാവ് പറയുകയാ, അതെ, പതിവായി ചൂടുപിടിപ്പിച്ചതിലും 7 മടങ്ങ് അവരുടെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തച്ചുടച്ച് കളയാൻ 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിക്കാൻ പറഞ്ഞപ്പോഴും അവർക്കൊരു തീരുമാനമുണ്ട്. ഈ എരിയുന്ന തീച്ചൂളയ്ക്കകത്തായിരിക്കാം ഞങ്ങളുടെ അവസാനം, എന്നാലും ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ വിട്ടിട്ട് ഞങ്ങളോട് സംസാരിക്കുന്ന, ഞങ്ങളോട് കൂടെ ഇറങ്ങി വരുന്ന ഞങ്ങളുടെ ദൈവത്തെ വിട്ടിട്ട് രാജാവ് നിർത്തിയിരിക്കുന്ന ഒരു ബിംബത്തിന് പുറകെ നമസ്കരിക്കാൻ ഞങ്ങളില്ല എന്നുറച്ച തീരുമാനം സ്തോത്രം അവിടെ കാണാൻ കഴിയുന്നു. അതുമാത്രമല്ല, അതേ എബ്രായ ബാലന്മാരെ കൊണ്ടുപോയ സ്തോത്രം അവിടെ കഴിവുള്ളവർ അവിടെ മരിച്ചുപോയി. തീച്ചൂളയ്ക്കകത്തിടാൻ കൊണ്ടുപോയവർ അവിടെ തീർന്നുപോയി. സ്തോത്രം. എന്നാൽ 7 മടങ്ങ് തീ വർദ്ധിപ്പിച്ച, 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ച തീച്ചൂളയ്ക്കകത്ത് എബ്രായ ബാലന്മാർ കിടക്കുന്നത് നാളിതുവരെ രാജാവ് കണ്ടിട്ടില്ലാത്ത അസാധാരണമായൊരു കാഴ്ച അവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. നാളിതുവരെ അങ്ങ് അനുഭവിച്ചതിലും ഏറിയ പ്രതിസന്ധിയും ഏറിയ പ്രതികൂലവും അങ്ങനെ ലൈവിനകത്ത് അടിച്ചുയരുന്നെങ്കിൽ ഒന്നോർത്തോ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഒരു അസാധാരണമായ അത്ഭുത വിടുതൽ അങ്ങയ്ക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് വചനത്തെ സ്വീകരിക്കുക. നാളിതുവരെ അനുഭവിച്ച ചില പ്രതിസന്ധികളെ 7 മടങ്ങ് വർദ്ധിപ്പിച്ച ചില പ്രതികൂലത്തെ വെട്ടിമാറ്റിയിട്ട് ദൈവത്തിന്റെ വിടുതലുകൾ ദൈവം ചെയ്യുവാൻ തുടങ്ങുന്നു. രാജാവ് അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. അവിടെ നിന്നവരോട് ചോദിക്കുക, നമ്മൾ 3 പേരെയല്ലേ തീച്ചൂളയ്ക്കകത്തിട്ടത്? അതേ, 3 പേരല്ലല്ലോ തീച്ചൂളയ്ക്കകത്ത് ഇപ്പോൾ ഉള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 4ാമതായി ഒരുവനെയും കൂടെ ഞാൻ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാജാവിന് മനസ്സിലാകാത്ത, അന്ന് വരെ രാജാവിൻ്റെ ബുദ്ധിക്ക് കിട്ടാത്തതൊന്ന് അവിടെ വെളിപ്പെട്ടു വരികയാണ്. ദൈവം നമ്മെ പാതി വഴിക്ക് ഉപേക്ഷിക്കത്തില്ലെന്നോ, പ്രതിസന്ധി കാണുമ്പോൾ, പ്രതികൂലം കാണുമ്പോൾ അവിടെ നിന്ന് കൈവിട്ടു പോകുന്നവനല്ലെന്നും തെളിയിക്കുകയാണ് അവിടെ ദൈവത്തിന് സ്തോത്രം. അവിടെ കൈകാലുകൾ കെട്ടി തീച്ചൂളയ്ക്കകത്തിട്ടു. എന്നാൽ തീച്ചൂളയുടെ നടുവിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതികൂലങ്ങൾക്കകത്ത് നമ്മെ വിട്ടുകൊടുക്കുന്നവനല്ല നമ്മുടെ ദൈവം. പ്രതിസന്ധിക്കകത്ത് വിട്ടുകൊടുക്കുന്നവനല്ല നമ്മുടെ ദൈവം. പ്രതികൂലത്തിൻ്റെ സ്തോത്രം ശക്തി എത്ര വർദ്ധിച്ചാലും അതിൻ്റെ നടുവിൽ നമ്മോടൊപ്പം ഇറങ്ങി വരുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത് ആത്മാർത്ഥതയോടെ ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു. ഇന്ന് ഈ സമയത്ത് നാം നമ്മുടെ കണ്ണിൻ മുൻപിൽ കണ്ട സ്തോത്ര പ്രതിസന്ധിയുടെ വലിയ ഘോരമായ, വലിയ കഠിനമായ അവസ്ഥയെ വെട്ടിമാറ്റിയിട്ട് സമാധാനവും സന്തോഷവും ദൈവപ്രവൃത്തിയും അത്ഭുത വിടുതലുകളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ കർത്താവ് സന്നദ്ധനാണ്. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയബോധ്യത്തോടും ദൈവസന്നിധിയിൽ പ്രതിസന്ധി കണ്ട് ഞാൻ പിന്മാറത്തില്ല, പ്രതികൂലം കണ്ട് ഞാൻ പിന്മാറത്തില്ല. ഏത് പ്രതിസന്ധിയുടെ നടുവിലും സർവശക്തൻ എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും, സർവശക്തൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ സ്തോത്രം ദൈവ കൃപയോടെ നമുക്ക് മുൻപോട്ട് നീങ്ങാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.